നമ്മുടെ സമസ്തയുടെ മഹാനായ നേതാവ് ഏതാ ഈ സമസ്ത എന്നറിയോ? അലറിയടിക്കുന്ന അറബിക്കടലിന്റെ തിരമാലകളോട് കടലേ നീ അടങ്ങെന്ന് പറഞ്ഞപ്പോ അനുസരണയുള്ള കുട്ടിയെ പോലെ കടലടങ്ങിയ കറാമത്തിന്റെ ഉടമയായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പടുത്തുയർത്തിയ മനോഹരമായ പ്രസ്ഥാനമാണ് സമസ്തയെങ്കിലോ ഈ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തെ ഖിയാമത്ത് നാളോളം നീ നിലനിർത്തണേ അല്ലാഹ് എന്ന് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥന നടത്തിയപ്പോ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തു എന്നൊരാൾക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരോട് അന്ന് ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞതെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവര് ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഈ സമസ്തയുടെ ഒരുപാട് നേതാക്കന്മാർ ആ നേതാക്കന്മാരുടെ മരണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തോട് വിട പറയുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോട് വിട പറഞ്ഞവരാ, ദിക്ർ ചൊല്ലിയിട്ട് വിട പറഞ്ഞവരാ, അവരിൽപ്പെട്ടവരാണ് മഹാനായ സമസ്തയുടെ ഒരുപാട് കാലത്തെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ്. കോയക്കുട്ടി ഉസ്താദിന്റെ വഫാത്തിന്റെ രംഗം എങ്ങനെയാണെന്നറിയോ? മഹാനായ കോയക്കുട്ടി ഉസ്താദ് മഗ്രിബിന്റെ സമയമായപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്. മക്കളാണ് ഇമാമ് നിൽക്കുന്നത്. ഉസ്താദ് മഅ്മൂമായിട്ടുണ്ടോ? കൂടെ ബാക്കിയുള്ള മക്കളും കുടുംബവും ഒരുമിച്ച് നിന്ന് നിസ്കരിക്കുകയാണ്. മഗ്രിബ് നിസ്കാരം കഴിയലോടെ ഉസ്താദിന് ക്ഷീണമുണ്ടോ? എന്നാലും ആ വീട്ടിൽ നിന്ന് പതിവായി ചൊല്ലുന്ന ദിക്റുകളോ എല്ലാവരും ഒരുമിച്ച് ചൊല്ലുന്നു. കൂട്ടത്തോടെ ദിക്ർ ഹൽഖയിൽ പങ്കെടുക്കുന്നു. ആ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞപ്പോ ഉസ്താദിന് ക്ഷീണം കൂടി. അത് സക്കറാത്തിന്റെ ഹാലാണെന്ന് മനസ്സിലായപ്പോ കൂടെയുള്ള മക്കള് യാസീൻ ഓതാൻ തുടങ്ങി. യാസീൻ ഓതി ആ ഓതുന്നത് മുഴുവനും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് കേൾക്കുന്നുണ്ട്. മക്കളൊക്കെ മനോഹരമായി യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന നേരം, ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി പോകുന്ന നേരം യാസീൻ ഓതി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിന്റെ ആ പരിസരമെത്തിയപ്പോ മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഉറക്കെ ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലോടെ മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. മനോഹരമായ യാസീനിന്റെ പാരായണം കേട്ടുകൊണ്ടോ, കുടുംബത്തെ കണ്ണിറയെ കണ്ടുകൊണ്ടോ, കുടുംബത്തോടൊപ്പം ദിക്ർ ചൊല്ലിക്കൊണ്ടോ, കുടുംബത്തോടൊപ്പം ജമാഅത്ത് നിസ്കരിച്ചുകൊണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലിയിട്ട് വിട പറയാൻ മഹാനായ കോയക്കുട്ടി ഉസ്താദിന് സാധ്യമായിട്ടുണ്ടോ? ഇതുപോലെ മരണാസന്നനായി കിടക്കുമ്പോ നമുക്കും ഖുർആൻ കേൾക്കാൻ വേണ്ടി കഴിയണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.